പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിന്ന് വീഡിയോ എടുത്തിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ സ്ക്രീൻ കണ്ടപ്പോൾ തന്നെ അറിയാലോ അല്ലേ, പുറത്ത് നല്ല മഴയാണ്. ഈ സ്ക്രീൻ കണ്ടപ്പോൾ തന്നെ ഇതെനിക്ക് കഴിഞ്ഞ ദിവസം, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ പഴയ വിൻഡോസ് 10 ഇവിടെ വന്നിട്ട് ഈ വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. വിൻഡോസ് 10 ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് ചെയ്തിടുവാണെങ്കിൽ, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അവിടെ വന്നിട്ട് ഞാൻ എൻ്റെ ഇൻസൈഡർ സെറ്റിങ്സ്, ഞാൻ ആ വിൻഡോസ് 10ൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞാൻ ബീറ്റ എടുത്ത് കൊടുത്തിരുന്നു. ഞാൻ ഡെവ് ചാനൽ കൊടുത്തില്ല, കാരണം ഇത് കുറച്ചും കൂടിയും ലോ സ്റ്റെബിലിറ്റിയാണ്. അതായത് ബഗ്സ് വരാൻ നല്ല സാധ്യത നല്ല രീതിയിൽ വരും. പക്ഷേ ഇപ്പം എനിക്ക് കിട്ടിയതിൻ്റെ അകത്ത് ബഗ്സ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തൊക്കെയോ മിസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് എനിക്ക് പറയാനറിയില്ല. എനിക്ക് ഈ പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റിവ്യൂ ഒന്നും ചെയ്യാനും അറിയത്തില്ല. പക്ഷേ നമുക്ക് വിൻഡോസ് 11 കിട്ടിയപ്പോൾ അത് സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണമെന്ന് തോന്നി, ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ബീറ്റ ചാനൽ റെക്കമെൻഡഡ് എന്നും പറഞ്ഞ് ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിൻഡോസ് 10 ഉപയോഗിക്കുന്നവരാണെങ്കിൽ വിൻഡോസ് അപ്ഡേറ്റിലോ വിൻഡോസ് സിസ്റ്റത്തിൻ്റെ അകത്ത് കൺട്രോൾ പാനലിൽ സിസ്റ്റത്തിൻ്റെ വിൻഡോസ് അപ്ഡേറ്റിലാണെന്ന് എനിക്ക് തോന്നുന്നത്. വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ടാകും. നിങ്ങൾ അവിടെ പോവുക, ബീറ്റ ചാനൽ എടുത്ത് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടുമായിട്ട്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇത് കിട്ടും. അങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചാകില്ല കേട്ടോ, നിങ്ങൾ കാത്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ മാനുവലായിട്ട് അപ്ഡേറ്റ്സിൽ പോയിട്ട് അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്ത് നോക്കണം, അപ്ഡേറ്റ് ഉണ്ടോയെന്ന്. ഇങ്ങനെ ചെക്ക് അപ്ഡേറ്റ്. അങ്ങനെ അവസാനം നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ അറിഞ്ഞു പോലുമില്ല. കാരണം ഞാൻ ഇന്നലെ രാത്രി PC ഓഫ് ചെയ്ത് വെച്ചിട്ട് രാവിലെ എണീറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ വിൻഡോസ് 11 ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതൊന്ന് ഓണായി വരാൻ കുറച്ച് സമയമൊക്കെ എടുത്തു. ഇത് കണ്ടോ, ഇത് നല്ല രസമൊക്കെ ഉണ്ട്. ഇത് നോർമലി നമ്മുടെ ഈ സ്റ്റാർട്ട് മെനു വരുന്നത് ഇവിടെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഇത് വന്നിരിക്കുന്നത് നമ്മൾ ഈ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ, അലൈൻ ഐറ്റം സെൻറ്റർ എന്ന് പറയണ പോലെ ഇത് സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. നോക്കിക്കേ, എല്ലാം തന്നെ സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്, ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, വിജറ്റ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വേറെ വിൻഡോസ് 10 ഇതില്ലായിരുന്നു. വിൻഡോസ് 11 നമുക്ക് ഇതൊക്കെ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് കണ്ടോ, നമുക്ക് അത് സ്ക്രീൻഷോട്ടാട്ടോ എടുത്തിട്ട്. ഓക്കെ, നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ വേറെ ഇതൊക്കെ ഉണ്ടോ കൊടുക്കണ്ട. ഇത് എടുത്തിടാൻ പറ്റുമോയെന്ന് അറിയത്തില്ല കേട്ടോ, ഞാൻ നോക്കട്ടെ. ഞാനത് ഉപയോഗിച്ച് എനിക്കുള്ളൊരു ശീലമില്ല. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഈ സൈഡിൽ നിന്നാട്ടോ ഇത് ഇറങ്ങി വരുന്നത്. ഓക്കെ, ഈ സൈഡിൽ നിന്നാണ് ഇത് ഇറങ്ങി വരുന്നത്. ഇങ്ങോട്ട് കണ്ടോ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഇടാൻ പറ്റും. പുറത്തേക്ക് ഇടാൻ പറ്റില്ലെന്നാട്ടോ എനിക്ക് തോന്നണേ. നോക്ക്, ഓക്കെ, ഇതിൻ്റെ കണ്ടോ സ്മൂത്ത് ആനിമേഷൻസ് ഒക്കെയാണ്, നല്ല രീതിയിൽ ആനിമേഷനൊക്കെ ഉണ്ട്. കണ്ടോ, ഇത് മറ്റ് വിൻഡോകൾ വരണയാണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മറ്റ് വിൻഡോകൾ എടുത്തു കൊടുക്കാൻ പറ്റും. കണ്ടോ, ഡെസ്ക്ടോപ്പ് 2 അതുപോലെ വിൻഡോകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈസി ആയിട്ടുള്ള സംവിധാനമാണ്. പിന്നെന്താ, പിന്നെ കണ്ടോ, ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കൊള്ളാം, മൊത്തത്തിൽ സ്റ്റൈലൊക്കെ കൊള്ളാം. പിന്നെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇത് കണ്ടോ, ഇതിപ്പം ചെറിയ ബഗ്സുകൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇതിൽ പറയുവാണെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് കംപ്ലീറ്റ്ലി വേറെ ലുക്കാണ്. കംപ്ലീറ്റ്ലി കണ്ടോ, സെറ്റിങ്സ് കംപ്ലീറ്റ്ലി വേറെ ലുക്കിലാണ് വന്നിരിക്കുന്നത്. സെറ്റിങ്സൊക്കെ കാണാൻ കൊള്ളാം, മൊത്തത്തിൽ തന്നെ കൊള്ളാം. എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് ഈ ലിനക്സിൻ്റെ OS ഉണ്ടല്ലോ, ലിനക്സ് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ തോന്നും ആ ഒരു ചായയാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് മൊത്തത്തിൽ. പിന്നെ ഗെയിമിങ്ങിന് അവർ പറയണത്, ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഗെയിമിങ്ങിന് ഏതാണ്ട് എന്താ പറയുക, കുറച്ചും കൂടി മികവ് എന്തോ RPS എന്തോ സംവിധാനമുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഗെയിമിങ്ങിൻ്റെ മെമ്മറിയുടെ സെറ്റപ്പ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്കറിയത്തില്ല, ഞാൻ ചില വീഡിയോയിൽ കണ്ടാണ്. ഡയറക്റ്റ് സ്റ്റോറേജോ അങ്ങനെ എന്തോ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അതൊന്നും നമുക്കിവിടെ റിവ്യൂവിൽ അതൊന്നും എനിക്ക് പറയാനറിയില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. പിന്നെ നമുക്ക് പറയാനറിയാവുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ കുറേ പുതിയ തീംസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, കുറേ പുതിയ തീംസ്. ഇത് തീം കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അതിൻ്റെ വേറെ തീമുകളൊക്കെ കുറച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. ഇഷ്ടമുള്ള തീം നമുക്ക് ഇടാൻ പറ്റും വിൻഡോസിൻ്റെ. ഓക്കെ, ബഗ്സാണോ? ബഗ്സ് ഉണ്ടാകും നല്ല രീതിയിൽ, കാരണം അങ്ങനെയല്ലല്ലോ. പിന്നെ ഇതിൽ നോക്ക്, ഇത് കുറേ
ഇതിൻ്റെ ഐക്കൺസ് മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പ് നമ്മൾ ഇവിടെ എന്തായിരുന്നു നമ്മുടെ ഫയൽ മാനേജറിൽ വരുമ്പോൾ ഇവിടെ തന്നെ ദിസ് പി സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ ഐക്കൺസൊക്കെ കംപ്ലീറ്റ്ലി വേറെ ലുക്കിലാണ് ഐക്കൺസൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഇത് കണ്ടോ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൻ്റെ പ്രിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സംഭവം അവർ പറയണത് ഞാനിതുവരെ ഇതിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യും. ഇത് മറ്റേ നമ്മുടെ ആമസോണും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റും കൂടിയും കൊളാബറേറ്റ് ചെയ്ത് എന്തോ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ്. കാരണം ഇവിടെ വന്നിട്ട് ഞാനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തായിരുന്നു. ഞാനിപ്പം അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. എന്നാലും ഞാനിവിടെ വന്നിട്ട് ഞാനൊരു സംവിധാനം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കട്ടെ, നെറ്റില്ലേ, സെർച്ച് ചെയ്താലൊന്നും വരുന്നില്ലല്ലോ. എന്തായാലും ആട്ടെ, ഞാനിവിടെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഇത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഫോട്ടോഷോപ്പ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻഡോസിൽ ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ഈ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കുന്നത്. പി സി ഞാൻ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് പി സിയിൽ ഇങ്ങനെയാണോ എന്ന് നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ. അതോ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഫോണിൽ വേറെ രീതിയിലായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിപ്പം സെർച്ച് ചെയ്തിട്ട് എനിക്ക് നെറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. സെർച്ച് ചെയ്ത് കാണാൻ പറ്റുന്നില്ല മൊത്തത്തിൽ. നെറ്റിൻ്റെ അല്ലെന്ന് തോന്നുന്നു. സെർച്ചിലെന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അപ്ഡേറ്റ് ഭയങ്കര ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ആയത്. പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കത് ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇവിടെ തന്നെ ഈ സാധനം 105 MB ആണ്. ഇതിൻ്റെ അകത്ത് തന്നെ എന്താ പറയുക, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെയാണ് അവർ പറയണത്. ഇത് ആമസോണും അതും കൂടിയും കൊളാബറേറ്റ് ചെയ്തുള്ള സാധനമാണ്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനൊന്നും പ്രത്യേകിച്ച് അവിടെ എഴുതിയിട്ടില്ല. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്നും പറഞ്ഞ് എവിടെ എഴുതിയിട്ടൊന്നുമില്ല. നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് വേറെ ഏതാണല്ലോ ഉള്ളത്. ഇപ്പം ടോക്കിംഗ് ടോം ഉണ്ടോയെന്നറിയത്തില്ല കേട്ടോ ഇതിൽ. കണ്ടോ, ഇതൊക്കെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇത് വിൻഡോസിൻ്റെ ഒരു ആപ്പായിട്ട് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടോ ഗെയിംസൊക്കെ വന്നേക്കണത്. വേറെ ടോക്കിംഗ് ടോം അല്ലാതെ വേറെ സാധനം ഉണ്ടായിരുന്നല്ലോ. ക്യാൻഡി ക്രഷ് ഫ്രണ്ട്, ക്യാൻഡി ക്രഷ് സോഡ. ഓക്കെ, ക്യാൻഡി ക്രഷ് ഇത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണോ അതോ വിൻഡോസ് ആപ്ലിക്കേഷനാണോ? നമുക്ക് പ്രത്യേകത ഏത് ആപ്ലിക്കേഷനാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല കേട്ടോ. ഇത് എനിക്ക് മനസ്സിലാകില്ല ഇത് വിൻഡോസ് ആണോ അതോ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണോ എന്ന് എനിക്ക് കിട്ടുന്നില്ല. കൃത്യമായിട്ട് എനിക്കങ്ങ് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഉണ്ടെന്നാണ് പറയണത്. അത് നമ്മൾ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഭാവിയിൽ നല്ല രീതിയിൽ അവർ ടാബൊക്കെ ഇറക്കുമായിരിക്കും. കാരണം ഫുൾ ആപ്ലിക്കേഷൻ, പണ്ടത്തെ വിൻഡോസിൻ്റെ ഫോണാണെങ്കിലും ആപ്ലിക്കേഷൻ സപ്പോർട്ടിങ് കുറവായതുകൊണ്ടല്ലേ അവരുടെയൊക്കെ ഒരു മാർക്കറ്റിലൊരിത് വന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ആൻഡ്രോയിഡും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആകുമ്പോൾ അവരുടെ സോഫ്റ്റ്വെയർ വന്നു കഴിയുമ്പോൾ അവർക്ക് ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഇറക്കാൻ പറ്റും. മൾട്ടി സപ്പോർട്ടാണല്ലോ പ്ലാറ്റ്ഫോംസ്. ടിക്ടോക്കൊക്കെ ഉണ്ട്. അതെ, ആൻഡ്രോയിഡാണ്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നു. ടിക്ടോക്കൊക്കെ കാണിക്കുന്നുണ്ട്. ടിക്ടോക്ക് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ നിരോധിച്ചതാണ്, പക്ഷേ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിരോധനം മാറ്റിയോന്നൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഉബണ്ടു ഫീല്, ഒരു ഉബണ്ടു അല്ല, ഒരു ലിനക്സിൻ്റെ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ലിനക്സിൻ്റെ ഒരു OSൻ്റെ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ടെർമിനലും കാര്യങ്ങളൊക്കെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എനിക്കിനി അറിയത്തില്ല ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കാണിച്ച് തരേണ്ടതെന്ന് ഫീച്ചേഴ്സൊക്കെ. ഓക്കെ, അപ്പോൾ എനിക്ക് വിൻഡോസ് 11 കിട്ടി. ഇങ്ങനെയാണ് കിട്ടിയത്. ഇതിനെ പറ്റി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, താങ്ക് യു.